ഇനി നമ്മൾ ഈ സെഷനിൽ പഠിക്കുന്ന ഈ ചാപ്റ്ററിന്റെ നാലാമത്തെ സെഷനാണ്, ലിവിംഗ് വേൾഡിന്റെ നാലാമത്തെ സെഷനാണ് ടാക്സോണമിക് കാറ്റഗറീസ്. എങ്ങനെയാണ് ഡിഫറെന്റ് കാറ്റഗറീസ്, എങ്ങനെയാണ് ടാക്സോണമിയിലെ ഡിഫറെന്റ് കാറ്റഗറീസ് ഡിസൈൻ ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ് ഒന്നുമല്ല. ഇറ്റ് ഇൻവോൾവ് എ ഹൈറാർക്കി ഓഫ് സ്റ്റെപ്പ്, ഹൈറാർക്കി ഡിഫറെന്റ് ലെവൽസ് ഓഫ് സ്റ്റെപ്പ് അതിനകത്ത് ഇൻവോൾവ് ആവുന്നുണ്ട്. ഓരോ സ്റ്റെപ്പും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു റാങ്ക് അല്ലെങ്കിൽ ഒരു കാറ്റഗറീനെയാണ്. ഓക്കെ, ഈ കാറ്റഗറി എന്ന് പറയുന്ന ടാക്സോണമിക് അറേഞ്ച്മെന്റിന്റെ ഒരു പാർട്ട് ആയതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ടാക്സോണമിക് കാറ്റഗറി എന്ന് പറയാം. ഈ ഓൾ കാറ്റഗറീസ് ടുഗദർ നമുക്ക് ടാക്സോണമിക് ഹൈറാർക്കി എന്ന് റെപ്രസെന്റ് ചെയ്യാം. ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെന്റ് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ഓരോ കാറ്റഗറിയും റെഫർ ചെയ്യുന്ന ഓരോ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ഓരോ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഓരോ കാറ്റഗറീനെ നമുക്ക് റാങ്ക് എന്ന് റെപ്രസെന്റ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ടാക്സോൺ എന്ന് റെപ്രസെന്റ് ചെയ്യാം. കേട്ടോ, ഇനി നിങ്ങൾ ഈ ടാക്സോണമിക് ഹൈറാർക്കി ഞാനൊന്ന് കാണിച്ചു തരാം. സീ ഹിയർ, ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറയുന്നത് ദ സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ, കിങ്ഡം. ഇതാണ് ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറയുന്നത്. ഇത് ഓരോ ലെവലിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ. ഈ ഓരോ ലെവലിലുള്ള ക്ലാസിഫിക്കേഷന് നമുക്ക് ഓരോ കാറ്റഗറി എന്ന് പറയാം. ഈ ഓരോ കാറ്റഗറിനെ നമുക്ക് ഓരോ റാങ്ക് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓരോ റാങ്കിനെ നമുക്ക് ഓരോ ടാക്സോൺ എന്ന് പറയാം. ടാക്സോൺ എന്ന് പറയുന്ന ടാക്സയുടെ സിംഗുലർ ആണ്. ടാക്സ എന്ന് പറയുന്നതിന്റെ സിംഗുലർ ആണ് നമ്മൾ ടാക്സോൺ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ പ്ലൂറൽ ഈസ് ടാക്സ ആൻഡ് സിംഗുലർ ഈസ് ടാക്സോൺ. ഓക്കെ, ഇനി ഈ ടാക്സോണമിക് കാറ്റഗറിനെ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. ടാക്സോണമിക് കാറ്റഗറിനെ ഒരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻസെക്ട്, ഇൻസെക്ട് ഈസ് എ ഗ്രൂപ്പ് ഓഫ്, ഒരു ഗ്രൂപ്പ് ഓർഗാനിസം ആണ് ഇൻസെക്ട് എന്ന് പറയുന്നത്. അവർ ഷെയർ ചെയ്യുന്ന ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് ദേ ഹാവ് 3 pairs ഓഫ് ജോയിന്റഡ് ലെഗ്. അവർക്ക് 3 പെയർ ജോയിന്റഡ് ലെഗ് ഉണ്ട് എന്നുള്ളത്. അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇൻസെക്ട്സ് എന്ന് പറയുന്ന ഒരു റെക്കഗ്നൈസബിൾ കോൺക്രീറ്റ് ഒബ്ജക്റ്റ് ആണ്. അവര് ഒരു ഫിക്സഡ് ക്യാരക്ടർ ഉള്ള ഓർഗാനിസം ആണ്. അതിനെ ഒരു ഗ്രൂപ്പിൽ നമുക്ക് അല്ലെങ്കിൽ ഒരു കാറ്റഗറിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഈ ഇൻസെക്ട് എന്ന് പറയുന്നത് ഒരു ക്ലാസ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ കണ്ടില്ലേ, സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്. ആ ക്ലാസ്സിൽ വരുന്നതാണ് എന്ത്? ഇൻസെക്ട്. അപ്പൊ ഈ ഇൻസെക്ട് അല്ലെങ്കിൽ ഇൻസെക്ട് അതൊരു കാറ്റഗറി ക്ലാസ്സിൽ വരുന്നതാണ്. അതേപോലത്തെ വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് ഓർഗാനിസത്തിന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ക്ലാസ് മമേലിയ. മമേലിയയില് മാമറി ഗ്ലാൻസ് ഉള്ള എല്ലാ ഓർഗാനിസത്തിനെയും നമുക്ക് ദ ക്ലാസ് മമേലിയയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ നോക്കിയാൽ മമേലിയ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, അതൊരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം, അത് ഷെയർ ചെയ്യുന്ന ഒരു കോമൺ ഫീച്ചർ ആണ് മാമറി ഗ്ലാൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതും ഒരു റെക്കഗ്നൈസബിൾ കോൺക്രീറ്റ് ഒബ്ജക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നമ്മൾ ഒരു ഗ്രൂപ്പിനെയാണ് എന്ത് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. ആ കാറ്റഗറീനെ നമുക്ക് കുറച്ചും കൂടെ മോഡിഫൈ ചെയ്ത് റാങ്ക് എന്ന് പറയാം. ആ റാങ്കിനെ നമുക്ക് കുറച്ചും കൂടെ സയന്റിഫിക്കലി എന്ത് റെപ്രസെന്റ് ചെയ്യാം? ടാക്സോൺ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഒരു ക്ലാസിഫിക്കേഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു ടാക്സോൺ ആണ് ക്ലാസിഫിക്കേഷന്റെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ ടാക്സോണമിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ കാറ്റഗറീസ് അത് ഒരു ബയോളജിക്കൽ എൻറ്റിറ്റിയാണ്, ഡിസ്റ്റിങ്ക്റ്റ് ബയോളജിക്കൽ എൻറ്റിറ്റിയാണ്. അതായത് ഒരു ടാക്സോണമിക് ഗ്രൂപ്പിലുള്ള ഓർഗാനിസംസ്, പലതരത്തിലുള്ള ഓർഗാനിസംസ് ഉണ്ടാവാം. അത് ജസ്റ്റ് മോർഫോളജിക്കൽ ആഗ്രിഗേറ്റ് അല്ല, അതായത് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് കൂടിയ ഒരു കൂട്ട ഓർഗാനിസംസ് ഒന്നും അല്ല. ദേ വിൽ ബി ഷെയറിംഗ് എ കോമൺ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ, ബട്ട് സ്റ്റിൽ ദേ വിൽ ബി ദാറ്റ് കാറ്റഗറി വിൽ ബി ഹാവിംഗ് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസം. അതാണ് ഡിസ്റ്റിങ്ക്റ്റ് ബയോളജിക്കൽ എൻറ്റിറ്റീസ്. എക്സാമ്പിൾ ഈ സ്പീഷീസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരുപാട് തരത്തിലുള്ള ഓർഗാനിസത്തിനൊന്നും കിട്ടില്ല, ഒരു തരത്തിലുള്ള ഓർഗാനിസത്തിനെ കിട്ടുള്ളൂ. പക്ഷേ ഒരു ജീനസ് എടുത്താൽ, ഇപ്പൊ നമ്മളെ പൊട്ടറ്റോ, ബ്രിഞ്ചോള്, ടൊമാറ്റോ, ഇതൊക്കെ ഒരു ജീനസിൽ വരുന്നതാ. അപ്പൊ ഇത് മൂന്ന് വെറൈറ്റി ഓർഗാനിസം അല്ലെങ്കിൽ 3 വെറൈറ്റി പ്ലാന്റ്സ് അല്ലേ നോക്കിയേ. അപ്പൊ ഡിസ്റ്റിങ്ക്റ്റ് എൻറ്റിറ്റി ബയോളജിക്കൽ 3 ഡിസ്റ്റിങ്ക്റ്റ് ബയോളജിക്കൽ എൻറ്റിറ്റി നമുക്ക് കിട്ടിയില്ലേ ഒരു ടാക്സോണമിക് ഗ്രൂപ്പില്. അതേപോലെ ഹയർ ലെവലിലേക്ക് പോകുന്തോറും നമുക്ക് ഇതേപോലത്തെ ഡിസ്റ്റിങ്ക്റ്റ് എൻറ്റിറ്റിനെ കിട്ടും. അത് ജസ്റ്റ് ഒരു മോർഫോളജിക്കൽ ആഗ്രിഗേറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയില്ല.
ഓക്കെ, അത് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് അത് ഷെയർ ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് അനുസരിച്ചാണ്, അല്ലാതെ ചുമ്മാ അതിന്റെ അപ്പിയറൻസ് വെച്ചിട്ടല്ല നമ്മളൊരു കാറ്റഗറി ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. ഈ ടാക്സോണമിക്കൽ സ്റ്റഡീസിലെ എല്ലാ ഓർഗാനിസവും ഒരു കോമൺ കാറ്റഗറി ആണ് കാണിക്കുന്നത്. അതായത് എല്ലാ ഓർഗാനിസംസും കാണിക്കുന്ന ഡിഫറെന്റ് ലെവൽ ഓഫ് കാറ്റഗറീസ് ആണ് കിങ്ഡം, ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ. ഫൈലം കാണുന്നത് ആനിമൽസിന്റെ ഒരു കാറ്റഗറിയും ഡിവിഷൻ ഈ കിങ്ഡത്തിന്റെ കീഴിൽ വരുന്ന പ്ലാന്റ്സിന്റെ ഒരു കാറ്റഗറിയാണ് ഡിവിഷൻ എന്ന് പറയുന്നത്. പിന്നെ ക്ലാസ്, പിന്നെ ഓർഡർ, പിന്നെ ഫാമിലി, പിന്നെ ജീനസ്, പിന്നെ സ്പീഷീസ്. ഇങ്ങനെ ഈ എല്ലാ ഹൈറാർക്കിയൽ ലെവൽസും നമുക്ക് എല്ലാ തരത്തിലുള്ള ഓർഗാനിസത്തിലും കാണാൻ കഴിയും. ഓക്കെ, അതേപോലെ എല്ലാ ഓർഗാനിസത്തിലും പ്ലാന്റ്സ് ആയിക്കോട്ടെ ആനിമൽസ് ആയിക്കോട്ടെ അതിന്റെ ഹയസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്ന കിങ്ഡവും ലോവസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് സ്പീഷീസുമാണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെയാണ് ഓർഗാനിസത്തിനെ ഡിഫറെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഓർഗാനിസത്തിനെ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഓർഗാനിസത്തിനെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനും ആ ഓർഗാനിസത്തിനെ പറ്റിയിട്ട് ഒരു നല്ല അവയർനെസ് ഉണ്ടാവുകയും ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഓർഗാനിസത്തിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഗാനിസത്തിന് അതിനോട് സിമിലർ ആയിട്ടുള്ള വേറെ ഓർഗാനിസം ആയിട്ടുള്ള സിമിലാരിറ്റി, അതിനോട് സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് സാമ്യം ഉള്ള ബാക്കി ഓർഗാനിസത്തോട് അത് കാണിക്കുന്ന സിമിലാരിറ്റീസും ആ സിമിലാരിറ്റി ഒന്നും ഇല്ലാത്ത അതിനോട് സാമ്യമൊന്നും ഇല്ലാത്ത ഓർഗാനിസത്തിനോട് അത് കാണിക്കുന്ന ഡിസിമിലാരിറ്റി നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ ബേസിലാണ് ഇതിനെ ഓരോ ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത്രയൊന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് കാറ്റഗറീസ് നോക്കാം കേട്ടോ. See here, taxonomy category. Classification is not a single step process but involve hierarchy of steps in which each step represent a rank or category. Since the category is a part of overall taxonomic arrangement, it is called taxonomic category, and all categories together constitute the taxonomic hierarchy. Each category referred to as a unit of classification in fact represent a rank and is commonly termed as taxon. Its plural is taxa. Taxonomy categories and hierarchy can be illustrated by an example. Insects represent a group of organisms sharing common features like 3 pairs of jointed legs. It means insects are recognizable concrete objects which can be classified and thus were given a rank or category. Can you name other such groups of organisms? Remember, groups represent category. Category further denotes rank. Each rank or taxon, in fact, represents a unit of classification. These taxonomic groups or categories are distinct biological entities and not merely morphological aggregates. Taxonomical studies of all known organisms have led to the development of common categories such as kingdom, phylum or division for plants, class, order, family, genus and species. All organisms, including those in the plant and animal kingdom, have a species as the lowest category. Now the question you may ask is how to place an organism in various categories. The basic requirement is the knowledge of characters of an individual or group of organisms. This help in identifying the similarities and dissimilarities among the individuals of the same kind of organisms as well as of other kind of organisms. Okay, അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഓരോ കാറ്റഗറിയും സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് we will see the species. Species എന്ന് പറയുന്നത് a group of individual organism with fundamental similarities as a species. അതായത് ഒരു ഗ്രൂപ്പ് ഓർഗാനിസംസ് അത് അതിന്റെ ഫണ്ടമെന്റൽ ക്യാരക്ടേഴ്സ് എല്ലാം സിമിലർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, സ്പീഷീസ് എന്ന് പറയാ. സ്പീഷീസ് എന്ന ടേം കോയിൻ ചെയ്ത സയന്റിസ്റ്റ് ജോൺ റേ ആണ് കേട്ടോ. ജോൺ റേ ഈസ് ദ സയന്റിസ്റ്റ് ഹു കോയിൻ ദ ടേം ദ സ്പീഷീസ്. ജോൺ റേ.
ഓക്കെ, ഇനി സ്പീഷീസിനെ ഡിഫൈൻ ചെയ്ത സയന്റിസ്റ്റ് ഏൺസ്റ്റ് മേയർ എന്ന സയന്റിസ്റ്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏൺസ്റ്റ് മേയർ എങ്ങനെയാണ് ഈ ഓർഗാനിസത്തിനെ സ്പീഷീസിനെ ഡിഫൈൻ ചെയ്തതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. സ്പീഷീസ് ആർ ഗ്രൂപ്പ് ഓഫ് ഇന്റർബ്രീഡിംഗ് നാച്ചുറൽ പോപ്പുലേഷൻ ദാറ്റ് ആർ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ഫ്രം അതർ സച്ച് സ്പീഷീസ്. സ്പീഷീസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓർഗാനിസം, ദേ ആർ നാച്ചുറലി ഇന്റർബ്രീഡിംഗ് and they are reproductively isolated from other species. അതായത് വേറൊരു സ്പീഷീസിൽ നിന്ന് ഈ ഗ്രൂപ്പ് ഓർഗാനിസം റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആയിട്ട് കാണുകയും ഈ ഓർഗാനിസംസ് തമ്മിൽ ഇന്റർബ്രീഡ് ചെയ്യുകയും ചെയ്താൽ അതിന് നമുക്കൊരു സ്പീഷീസ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം എ സ്പീഷീസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ലിവിംഗ് ഓർഗാനിസം വിച്ച് ക്യാൻ ഇന്റർബ്രീഡ് എമംഗ് ദംസെൽഫ്. അതിന് തമ്മിൽ ഇന്റർബ്രീഡ് ചെയ്യാനും ആൻഡ് ക്യാൻ പ്രൊഡ്യൂസ് ദ ഫെർട്ടൈൽ ഓസ്പ്രിങ് അതിന് ഫെർട്ടൈൽ ഓസ്പ്രിങ്ങിനെ, അതായത് ഫെർട്ടിലിറ്റി കപ്പാസിറ്റി ഉള്ള ഓസ്പ്രിങ്ങിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, സ്പീഷീസ് എന്ന് പറയാം. ഓക്കെ, നമുക്ക് ഒരു സ്പീഷീസിനെ വേറൊരു സ്പീഷീസ് അതർ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് മോർഫോളജിക്കൽ ഡിഫറൻസസ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് സ്പീഷീസിന് എക്സാമ്പിൾ നമ്മൾ നോക്കാം. ലെറ്റ് us കൺസിഡർ മാഞ്ചിഫറ ഇൻഡിക്ക. മാഞ്ചിഫറ ഇൻഡിക്ക എന്ന് പറയുന്ന മാംഗോ പ്ലാന്റ് ആണ്. സൊളാനം ട്യൂബറോസം പൊട്ടാറ്റോ ആണ്. പാന്തറ ലിയോ ലയൺ ആണ്. ഇതിനകത്ത് ഈ 3 നെയിംസിൽ ഇൻഡിക്ക, ട്യൂബറോസം, ലിയോ ഇതൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന സ്പീഷീസ് ആണ്, അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിത്തറ്റ് ആണ്. ഫസ്റ്റ് വേർഡ് മാഞ്ചിഫെറ, സൊളാനം, പാന്തറ ഇതൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ജീനസ് ആണ്, അല്ലെങ്കിൽ ജനറ ആണ്. ഓക്കെ, ഇത് അതർ ഹയർ ലെവൽ ഓഫ് ടാക്സോൺ. നമ്മൾ പറഞ്ഞു സ്പീഷീസ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന എന്താണ്, ജീനസ് ആണ്. അപ്പൊ സ്പീഷീസ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഹൈ കാറ്റഗറിയാണ് ഈ ജീനസ് എന്ന് പറയുന്നത്. ഓരോ ജീനസിലും ഒന്നോ അതിൽ കൂടുതലോ സ്പീഷീസ് ഉണ്ടാവാം. ഒരു ജീനസിൽ വരുന്ന സ്പീഷീസ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ആണ്. ഓക്കെ, അത് എന്താ പറയാ, ഈ ഡിഫറെന്റ് ഓർഗാനിസംസ് സീ ഹിയർ, ഒരു ജീനസിൽ വരുന്ന ഓർഗാനിസം ഒരു സ്പെസിഫിക് എന്താ പറയാ ഡിഫറെന്റ് സ്പെസിഫിക് ഓർഗാനിസം, ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് ഓർഗാനിസംസ് ആണ് വരുന്നതെങ്കിലും അവര് മോർഫോളജിക്കലി കുറച്ച് സിമിലാരിറ്റി ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് അവർ ഒരു ജീനസിൽ വന്നത് കേട്ടോ. അതുകൊണ്ടാണ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് എന്ന് തന്നെ പറയാൻ കാരണം. അതേപോലെ തന്നെ നമുക്ക് ഒരു ജീനസിന്റെ ഉള്ളിൽ ഒന്നിൽ കൂടുതൽ സ്പീഷീസ് കാണാം, ചിലപ്പോൾ ഒറ്റ സ്പീഷീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് 2 എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. പോളിടൈപ്പിക് സ്പീഷീസ് എന്ന് പറയും, ഒന്നിൽ കൂടുതൽ സ്പീഷീസ് ഒരു ജീനസിൽ ഉണ്ടെങ്കിൽ. അതിന് എക്സാമ്പിൾ ആണ് പാന്തറ. പാന്തറയിൽ വരുന്ന സ്പീഷീസ് ആണ് ടൈഗ്രിസ്, ടൈഗർ, അതേപോലെ ലിയോ, ലയൺ, അതേപോലെ പാർഡസ്, ലെപ്പാർഡ് ഉണ്ടല്ലോ, അതൊക്കെ പാന്തറ എന്ന് പറയുന്ന ജീനസിൽ വരുന്നതാ. അപ്പൊ ഇതൊക്കെ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ആണ്. പാന്തറ എന്ന സിംഗിൾ ജീനസിൽ വരുന്ന ഡിഫറെന്റ് സ്പീഷീസ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസാ. അത് നമ്മൾ നോക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആണെങ്കിലും കുറെ മോർഫോളജിക്കൽ സിമിലാരിറ്റീസ് ഒക്കെ അവർ തമ്മിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് അതൊരു ജീനസിൽ വന്നത്. ഇനി നെക്സ്റ്റ് സൊളാനം. സൊളാനം എന്ന് പറയുന്ന ജീനസിൽ വരുന്നതാണ് നിഗ്രം. നിഗ്രം എന്ന് പറയുന്നത് മണിത്തക്കാളി എന്ന് പറയുന്ന ഒരു ചെടിയാണ് കേട്ടോ. നിഗ്രം എന്ന് പറയുന്ന മണിത്തക്കാളിയാണ്. അതേപോലെ തന്നെ മെലോഞ്ചീന. മെലോഞ്ചീന എന്ന് പറയുന്നത് എന്താണ്, ബ്രിഞ്ചോൾ ആണ്. അതേപോലെ പൊട്ടാറ്റോ, ഇതൊക്കെ സൊളാനം എന്ന് പറയുന്ന ജീനസിൽ വരുന്ന. അപ്പൊ ഇതും എന്താണ്, നിഗ്രോവും മെലോഞ്ചീനയും അതുപോലെ പൊട്ടാറ്റോ ഒക്കെ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ആണ്. അതേപോലെ നമ്മൾ നോക്കിയാൽ ഹ്യൂമൻ ബീങ്സ് വരുന്നത് ഹോമോസാപ്പിയൻസ് എന്നാണ് അതിന്റെ സയന്റിഫിക് നെയിം തന്നെ. ഹോമോ എന്ന ജീനസിൽ വരുന്ന സാപ്പിയൻസ് എന്ന സ്പീഷീസ് ആണ് ഹ്യൂമൻ ബീങ്സ്. ഇതിനകത്ത് ഹോമോ എന്ന ജീനസിൽ സാപ്പിയൻസ് എന്ന ഒരൊറ്റ സ്പീഷീസ് മാത്രമേ വരുന്നുള്ളൂ, ഒന്നിൽ കൂടുതൽ സ്പീഷീസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഹോമോസാപ്പിയൻസ് ഒരു മോണോടൈപ്പിക് സ്പീഷീസ് ആണ് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഹയർ കാറ്റഗറിയാണ് ജീനസ്. സ്പീഷീസിന്റെ തൊട്ട് മുകളിലുള്ള ഹയർ കാറ്റഗറിയാണ് ജീനസ്. സ്പീഷീസിലാണ് ഏറ്റവും കൂടുതൽ കോമൺ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ളത്. ജീനസിൽ അതിൽ കുറച്ച് കോമൺ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ളൂ. സ്പീഷീസിലാണ് ഏറ്റവും കുറവ് ലിവിംഗ് ഓർഗാനിസംസ് ഉള്ളത്. ജീനസിൽ സ്പീഷീസിനേക്കാൾ കൂടുതൽ ലിവിംഗ് ഓർഗാനിസംസ് ഉണ്ടാവും. ഓക്കെ, ജീനസിൽ ഒരു ഗ്രൂപ്പ് റിലേറ്റഡ് സ്പീഷീസ് ആണ് ഉണ്ടാവുക. അതിനകത്ത് മോർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് വിൽ ബി കോമൺ ഇൻ കമ്പാരിസൺ ടു സ്പീഷീസ് ഓഫ് അതർ ജനറ. ഇപ്പൊ 2 ജീനസ് എടുത്ത് നോക്കിയാൽ ആ ഒരു ജീനസിലുള്ള സ്പീഷീസ് മറ്റേ ജീനസിലുള്ള സ്പീഷീസുമായിട്ട് കമ്പയർ ചെയ്താൽ അതേ ജീനസിലുള്ള സ്പീഷീസ് തമ്മിലുള്ള സിമിലാരിറ്റി ഒന്നും ഉണ്ടാവില്ല അനദർ ജീനസിലുള്ള സ്പീഷീസുമായിട്ട്. അതായത് കോമൺ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കൂടുതൽ
ഒരു ജീനസിലുള്ള സ്പീഷീസിന്റെ ഇടയിലാണ്. അല്ലാതെ ആ സ്പീഷീസും വേറൊരു ജീനസിലെ സ്പീഷീസും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കോമൺ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഈ ജീനസ് എന്ന് പറയുന്നത് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ഉള്ളതാണ് ജീനസ് എന്ന് പറയുന്ന കാറ്റഗറി. അതിനൊരു എക്സാമ്പിൾ ആണ് പൊട്ടാറ്റോ, ടൊമാറ്റോ, ബ്രിഞ്ചോൾ. ഇതൊക്കെ 3 ഡിഫറെന്റ് സ്പീഷീസ് ഇത് വരുന്ന ഒരേ ജീനസിലാണ്, സൊലാനം എന്ന ജീനസിലാണ്. അതേപോലെ തന്നെ ലയൺ, ലെപ്പാർഡ്, ടൈഗർ ഇതൊക്കെ വരുന്നത് ഒരു ജീനസിലാണ്, ദാറ്റ് ഈസ് പാന്തറ എന്ന ജീനസിലാണ്. ഓക്കെ, ഈ ദിസ് ജീനസ് ഡിഫേഴ്സ് ഫ്രം അനദർ ജീനസ്. ഈ ഒരു ജീനസ് വേറൊരു ജീനസുമായിട്ട് ഡിഫറെന്റ് ആണ്. അതായത് ഈ പാന്തറ എന്ന ജീനസ് ഫെലിസ് എന്ന ജീനസുമായിട്ട് ഡിഫറെന്റ് ആണ്. പാന്തറ എന്ന് പറയുന്ന ജീനസ് ടൈഗറിന്റെ, ലയണിന്റെ, ലെപ്പാർഡിന്റെ ഒക്കെ ജീനസ് ആണ്. ഫെലിസ് എന്ന് പറയുന്നത് പൂച്ചയുടെ ജീനസ് ആണ്. അപ്പൊ അത് ഇതിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോ ഫെലിസ് ആൻഡ് പാന്തറ ഇത് 2 ഡിഫറെന്റ് ജീനസ് ആണ്. അതേപോലെ തന്നെ സൊലാനം എന്ന് പറയുന്ന ജീനസും അതേപോലെ പെറ്റൂണിയ എന്ന് പറയുന്ന വേറൊരു ജീനസ് ഉണ്ട്. അതും 2ഉം ഡിഫറെന്റ് ആണ്. സൊലാനവും പെറ്റൂണിയയും 2 ഡിഫറെന്റ് ജീനസ് ആണ് കേട്ടോ. ആ ഡിഫറെന്റ് ജീനസിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പീഷീസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഓരോ ജീനസിലുള്ള സ്പീഷീസ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ആയിരിക്കും. അപ്പൊ നമുക്ക് സ്പീഷീസും ജീനസും ഒന്ന് വായിച്ചു നോക്കാം. Species. The taxonomic studies consider a group of individual organisms with the fundamental similarities as a species. One should be able to distinguish one species from the other closely related species based on the distinct morphological differences. Let us consider Mangifera indica, Solanum tuberosum, that is potato, and Panthera leo, that is lion. All the 3 names, indica, tuberosum, and leo, represent the specific epithet, while the first words Mangifera, Solanum, and Panthera are genera and represent another higher level of taxon or category. Each genus may have one or more than one specific epithet representing different organisms, but having morphological similarities. For example, Panthera has another specific epithet called tigris, and Solanum includes species like nigrum and melongena. Human beings belong to the species Sapiens, which is grouped in genus Homo. The scientific name thus for human being is written as Homo sapiens. Next category, it is genus. Genus comprises a group of related species which has more characters in common in comparison to species of other genera. We can say that genera are aggregates of closely related species. For example, potato, tomato, and brinjal are 3 different species, but all belongs to the genus Solanum. Lion, that is Panthera leo, leopard, Panthera pardus, and tiger, Panthera tigris, with several common features, are all species of the genus Panthera. This genus differs from another genus, Felis, which include the cat. ഇനി നെക്സ്റ്റ് കാറ്റഗറി ഫാമിലി. നെക്സ്റ്റ് കാറ്റഗറി ഫാമിലിയിലെ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജനറ ആണ് വരുന്നത്. അവിടെ നമ്പർ ഓഫ് സിമിലാരിറ്റീസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീനസിനെ സ്പീഷീസിനെയും കമ്പയർ ചെയ്ത് വളരെ കുറവായിരിക്കും. സിമിലാരിറ്റീസ് വിൽ ബി ലെസ്. അതെന്താണ്? അവർ ഫോളോ ചെയ്യുന്ന കോമൺ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കുറവായിരിക്കും ജീനസിനെയും സ്പീഷീസിനെയും വെച്ചിട്ട്. ഓക്കെ, സാധാരണ പ്ലാന്റ്സിന്റെ കേസിൽ ഫാമിലീസിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നത് വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിനെയും റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സിനെയും ബേസ് ചെയ്തിട്ടാണ്. പ്ലാന്റ് സ്പീഷീസിന്റെ വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. എക്സാമ്പിൾ പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ എമംഗ് ദ പ്ലാന്റ്സ്, ഫോർ എക്സാമ്പിൾ 3 ഡിഫറെന്റ് ജനറാസ് ലൈക്ക് സൊളാനം, പെറ്റൂണിയ, ദത്തൂറ, ഇത് 3 ജീനസ് ആണ് കേട്ടോ. ഈ 3 ജീനസും പ്ലേസ് ചെയ്തേക്കുന്ന ഒരു ഫാമിലിയിലാണ്, അതായത് സൊളാനേഷ്യ എന്ന ഫാമിലിയിലാണ്. ഓക്കെ, അതേപോലെ ആനിമൽസിന്റെ കേസിലാണെങ്കിൽ പാന്തറ എന്ന് പറയുന്ന ജീനസും അതേപോലെ തന്നെ പാന്തറ ജീനസിൽ ഏതൊക്കെയാ വരുന്നത്? ലയൺ, ടൈഗർ, ലെപ്പാർഡ് ഇതൊക്കെ വരുന്ന പാന്തറ ജീനസും അതേപോലെ കാറ്റിന്റെ ജീനസ് ആയിട്ടുള്ള ഫെലിസും കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഫാമിലി എന്ന് പറയുന്നത് ഫെലിഡയാണ്. ഓക്കെ, അതേപോലെ കാറ്റും ഡോഗും നോക്കിയാൽ നമുക്ക് കുറെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് സിമിലറും കാണാൻ കഴിയും, അതേപോലെ കുറെ ഡിഫറൻസും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത് 2 ഡിഫറെന്റ് ഫാമിലിയിലാണ് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഈ ഫെലിസ് അതേപോലെ തന്നെ പാന്തറ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് ഫെലിഡേ എന്ന
ഫാമിലിയിലും. അതേപോലെ തന്നെ ഡോഗിന്റെ ഫാമിലി കാനിഡെ എന്ന ഫാമിലിയാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഫെലിസ് എന്ന് പറയുന്ന ജീനസ് വേറെ, പാന്തറ എന്ന് പറയുന്ന ജീനസ് വേറെ. ഈ രണ്ടും ക്ലോസ്ലി റിലേറ്റഡ് ജീനസ് ആണ്. പക്ഷേ ഡോഗിന്റെ ജീനസ് ഇതിനോട് ക്ലോസ്ലി റിലേറ്റഡ് അല്ല. അതുകൊണ്ട് അത് വേറൊരു ഫാമിലിയില്, കാനിഡെ എന്ന് പറയുന്ന ഒരു ഫാമിലിയില ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. പാന്തറയും ഫെലിസും സെയിം ഫാമിലി ആയിട്ടുള്ള ഫെലിഡയിലാണ് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. The family. Next category, family has a group of related genera with a still less number of similarities as compared to genus and species. Families are characterized on the basis of both vegetative and reproductive features of plant species. Among plants, for example, 3 different genera, Solanum, Petunia and Datura, are placed in family Solanaceae. Among animals, for example, genus Panthera comprising lion, tiger, leopard is put along with genus Felis that comprise the cat in family Felidae. Similarly, if you observe the features of a cat and a dog, you will find some similarities and some differences as well. They are separated into 2 different families, that is Felidae and Canidae respectively. Next, higher category, order. ഓക്കെ, നമുക്കറിയാം ദ സ്പീഷീസ്, ജീനസ് ആൻഡ് ഫാമിലി അത് സിമിലർ ക്യാരക്ടേഴ്സിന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിന്റെ കുറച്ചും കൂടെ സിമിലാരിറ്റി കുറവായിരിക്കും. കാരണം ഈ ഒരു ഓർഡർ എന്ന ഒരു ക്ലാസിഫിക്കേഷൻ, ഓർഡർ എന്ന ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ കുറച്ച് കോമൺ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സെ കൺസിഡർ ചെയ്യുന്നുള്ളൂ ആസ് കമ്പയർഡ് ടു ദ ഫാമിലി, ജീനസ് ആൻഡ് സ്പീഷീസ്. അതുകൊണ്ട് തന്നെ അവിടെ കോമൺ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കുറവും നമ്പർ ഓഫ് ഓർഗാനിസംസ് കൂടുതലുമായിരിക്കും അതിന്റെ താഴേക്കുള്ള കാറ്റഗറീനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ദ ഓർഡർ ദാറ്റ് ഈസ് എ ഹയർ ടാക്സോണമി കാറ്റഗറി ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ അഗ്രിഗേറ്റ് ഓഫ് ക്യാരക്ടേഴ്സ്. ക്യാരക്ടേഴ്സിന്റെ അഗ്രിഗേറ്റ് വെച്ചിട്ട് തന്നെയാണ് കുറച്ച് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഓർഡറിൽ ദ ഡിഫറെന്റ് ഫാമിലീസ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. റിലേറ്റഡ് ഫാമിലീസ് ആണ് ഈ പറയുന്ന ഓർഡറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദ ക്യാരക്ടേഴ്സ് വിച്ച് വിൽ ബി സിമിലർ ദാറ്റ് വിൽ ബി ലെസ് ആസ് കമ്പയർഡ് ടു ദ ഫാമിലി. ഫാമിലിനെ വെച്ചിട്ട് കോമൺ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓർഡറിൽ കുറവായിരിക്കും. ഓക്കെ, അതേപോലെ പ്ലാന്റ് ഫാമിലീസ് കൺവോൾവുലേഷ്യ, സൊലാനേഷ്യ, അങ്ങനെ 2 പ്ലാന്റിന്റെ ഫാമിലി പറഞ്ഞല്ലോ. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഓർഡർ എന്ന് പറയുന്ന പോളിമോണിയൽസ് എന്ന ഓർഡറിലാണ്. പോളിമോണിയൽസ് ഓർഡറിൽ അത് ഒരുമിച്ച് കൊണ്ടുവരാനുള്ള കാരണം അതിന്റെ ഫ്ലവറിന്റെ ക്യാരക്ടേഴ്സിൽ ഉള്ള സിമിലാരിറ്റി കൊണ്ടാണ്. അപ്പൊ ഇത് ഓർത്തിരുന്നോളണം കേട്ടോ. ഫ്ലോറൽ ക്യാരക്ടേഴ്സിന്റെ സിമിലാരിറ്റി കൊണ്ടാണ് സൊലാനേഷ്യയും കൺവോൾവുലേഷ്യയും പോളിമോണിയൽസ് എന്ന് പറയുന്ന ഓർഡറിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ദ ആനിമൽസ് ഫെലിഡെ, കാനിഡെ എന്ന് പറയുന്ന ഈ 2 ഫാമിലി ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഓർഡർ കാർണിവോറ എന്ന ഓർഡറിലാണ്. കാർണിവോറ എന്ന് പറയുന്ന മാംസബുക്ക്. അപ്പൊ മാംസബുക്ക് കാർണിവോറ എന്ന ഒരു ഓർഡറിലാണ് ഫെലിഡെ, കാനിഡെ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് കാറ്റഗറി ക്ലാസ് ആണ്. അത് ഓർഡറിന്റെ ഹയർ കാറ്റഗറിയാണ് ക്ലാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റിലേറ്റഡ് ഓർഡേഴ്സ് ആണ് ക്ലാസ്സിൽ വരുന്നത്. കോമൺ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ക്ലാസ്സിൽ ഓർഡറിനേക്കാൾ കുറവായിരിക്കും. നമ്പർ ഓഫ് ഓർഗാനിസം ഓർഡറിനേക്കാൾ കൂടുതലായിരിക്കും ക്ലാസ്സിൽ. കാരണം ഗ്രൂപ്പ് ഓഫ് ഓർഡേഴ്സ് ഉണ്ട് ഒരു ക്ലാസ്സിൽ. ഓക്കെ, ഓർഡർ പ്രൈമേറ്റ ലൈക്ക് ഓർഡർ പ്രൈമേറ്റ, അതേപോലെ തന്നെ കാർണിവോറ, ഈ 2 ഓർഡറും കൂടി നമുക്ക് ദ ക്ലാസ് മമേലിയയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. എന്താണ് പ്രൈമേറ്റ എന്ന് പറയുന്നത്? ഒരു ഓർഗാനിസം അതിന്റെ റീപ്രൊഡക്റ്റീവ് സൈക്കിളായിട്ട് മെനുസ്ട്രൽ സൈക്കിൾ കാണിച്ച ആ ഗ്രൂപ്പ് ഓർഗാനിസത്തിനെ നമ്മൾ പ്രൈമേറ്റ എന്നാണ് പറയാ. അപ്പൊ മെനുസ്ട്രൽ സൈക്കിൾ കാണിക്കാതെ ഈസ്ട്രസ് സൈക്കിൾ കാണിച്ച അതിനെ നോൺ പ്രൈമേറ്റ്സ് എന്നാണ് പറയുന്നത്. പ്രൈമേറ്റയ്ക്ക് എക്സാമ്പിൾ ആണ് മങ്കി, ഗറില്ല, ഗിബൺ, ഹ്യൂമൻ ബീങ്സ് ഒക്കെ പ്രൈമേറ്റയ്ക്ക് എക്സാമ്പിൾ ആണ്. കാരണം ഹ്യൂമൻ ബീങ്സിലും മങ്കിയിലും ഗറില്ലയിലും ഗിബണിലും ഒക്കെ നമുക്ക് മെനുസ്ട്രൽ ബ്ലീഡിംഗ് കാണാൻ കഴിയും. പക്ഷെ നോൺ പ്രൈമേറ്റ്സിന് എക്സാമ്പിൾ ആണ് ഈ പറയുന്ന ക്യാറ്റ്, ടൈഗർ, ഡോഗ്, ലയൺ, കൗ. ഇതൊക്കെ നോൺ പ്രൈമേറ്റ്സിന് എക്സാമ്പിളാണ്. കാരണം എന്താണെന്നറിയോ, അവർക്ക് ഈസ്ട്രസ് സൈക്കിളാണ് നടക്കുന്നത്. ഈസ്ട്രസ് സൈക്കിളിൽ മെനുസ്ട്രൽ ബ്ലീഡിംഗ് ഉണ്ടാവില്ല, അതായത് ബ്ലീഡിംഗ് ഫേസ് ഉണ്ടാവില്ല. അങ്ങനത്തെ ഓർഗാനിസത്തിനെ നമ്മൾ നോൺ പ്രൈമേറ്റ്സ് എന്ന് പറയും. അപ്പൊ പ്രൈമേറ്റും നോൺ പ്രൈമേറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പൊ കുറെ ഒരു ക്ലോസ്ലി റിലേറ്റഡ് ഓർഡേഴ്സ് ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും പ്രൈമേറ്റേയും അതുപോലെ തന്നെ ദ കാർണിവോറ ആ ഓർഡറും രണ്ടും കൂടെ ഒരു ക്ലാസ് ആയിട്ടുള്ള മമേലിയയിലാണ് വരിക.
ഓക്കെ. ഇനി ക്ലാസ് മമേലിയയ്ക്ക് ഒരുപാട് മമേലിയയിൽ ഒരുപാട് ഓർഡേഴ്സ് ഉണ്ട് കേട്ടോ. അതായത് ഏകദേശം 19 ഓർഡേഴ്സ് ഉണ്ട് ക്ലാസ് മമേലിയയിൽ. എല്ലാം ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. അതായത് എഗ് ലേയിങ് മാമൽസ് മുതൽ എന്താണ് മാർസൂപ്പിയൽ മാമൽസ്, അങ്ങനെ കുറേ തരത്തിലുള്ള ഇതുണ്ട്, ഓർഡേഴ്സ് ഉണ്ട് ക്ലാസ് മമേലിയയിൽ. ഓക്കെ. അപ്പോൾ ഇതിന്റെ ഒരു പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ അതും കൂടി ഒന്ന് നോക്കി വെച്ചോ. കാരണം നമ്മൾ ഇവിടം വരെ പ്ലാന്റ്സ് പഠിച്ചതല്ലേ. അപ്പൊ സൊളാനേഷ്യം, കൺവോൾവുലേഷ്യം, പോളിമോണിയൽസിൽ വരുന്നത് വരെ നമ്മൾ പറഞ്ഞു. ഇനി പോളിമോണിയൽസ് എന്ന് പറയുന്ന ഓർഡറും സാപ്പിൻഡെയിൽസ് എന്ന് പറയുന്ന ഓർഡറിലാണ് കേട്ടോ മാംഗോ ഒക്കെ വരുന്നത്, മാംഗോ ട്രീ ഒക്കെ വരുന്നത് സാപ്പിൻഡെയിൽസ് എന്ന് പറയുന്ന ഓർഡറിലാണ്. അപ്പോൾ പോളിമോണിയൽസും സാപ്പിൻഡെയിൽസും കൂടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഡൈക്കോട്ടിലിഡിനെ എന്ന ക്ലാസ്. ഡൈക്കോട്ടിലിഡിനസ് പ്ലാന്റ്സ്, ഡൈക്കോട്ടിലിഡിനെ എന്ന ക്ലാസ് ഈ പോളിമോണിയൽസും സാപ്പിൻഡെയിൽസും ഓർഡർ കൂടിയതാണ് ഡൈക്കോട്ടിലിഡിനെ എന്ന ക്ലാസ്. ഇനി നെക്സ്റ്റ് കാറ്റഗറി വന്നിട്ട് ഫൈലം ആണ്. കുറെ ക്ലാസസ് കംപ്രൈസ് ചെയ്തിട്ടാണ് ഫൈലം ഉണ്ടായിട്ടുള്ളത്. എക്സാമ്പിൾ ഈ ഫിഷ് ഒരു ക്ലാസ് ആണ്, ആംഫീബി ഒരു ക്ലാസ് ആണ്, റെപ്റ്റൈൽസ് ഒരു ക്ലാസ് ആണ്, ബേർഡ്സ് ഒരു ക്ലാസ് ആണ്, അതുപോലെ തന്നെ മാമൽസ് ഒരു ക്ലാസ് ആണ്. ഇതെല്ലാം കൂടി കൂടിയിട്ട് നെക്സ്റ്റ് ഹയർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. അത് കോഡേറ്റ എന്ന ഫൈലം ആണ്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അവർക്ക് നോട്ടോകോഡ് പ്രസന്റ് ആണ്, അതേപോലെ അവർക്ക് ഡോർസൽ ഹോളോ ന്യൂറൽ സിസ്റ്റവും പ്രസന്റ് ആണ്. എന്ന് പറഞ്ഞാൽ നോട്ടോകോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എംബ്രിയോണിക് സ്റ്റേജിൽ, നമ്മുടെയൊക്കെ കേസിലാണെങ്കിൽ നമ്മുടെ എംബ്രിയോണിക് സ്റ്റേജിലാണ് നോട്ടോകോഡ് ഉണ്ടാവുക. ആ നോട്ടോകോഡ് ഡെവലപ്പ് ആയിട്ടാണ് വെർട്ടിബ്രൽ കോളായിട്ട് മാറുന്നത്. വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത് എന്താണെന്നറിയില്ലേ? നമ്മുടെ പുറത്തേക്കിടെ പോകുന്ന വെർട്ടിബ്രൽ കോളം, അതിന്റെ ഉള്ളിലാണ് എന്ത് കാണുക? സ്പൈനൽ കോഡ് കാണുക. അപ്പൊ ആ വെർട്ടിബ്രൽ കോളം നമ്മുടെ ഡോർസൽ സൈഡിൽ എന്ന് പറഞ്ഞാൽ പുറത്തായിട്ടാണ് ഇരിക്കുന്നത്. ആ വെർട്ടിബ്രൽ കോളം ഹോളോ ആണ്. ആ ഹോളോ വെർട്ടിബ്രൽ കോളത്തിന്റെ ഉള്ളിലെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ ഉള്ളിലാണ് എന്ത് കാണുന്നത്? ന്യൂറൽ സിസ്റ്റം കാണുന്നത്. അതാണ് ഈ കോഡേറ്റയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. നോട്ടോകോഡും ഡോർസൽ ഹോളോ ന്യൂറൽ സിസ്റ്റവും ഇതിന് പ്രസന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രൂപ്പ്, ഈ ഡിഫറെന്റ് ക്ലാസ്സസ് കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു ഫൈലം ആണ് കോഡേറ്റ എന്ന് പറയുന്നത്. ഇനി പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ ഡിഫറെന്റ് ക്ലാസസ് ടുഗദർ, ഇറ്റ് വിൽ പുട്ട് ടുഗദർ ഇൻ എ ഡിവിഷൻ. ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ ഒരു ക്ലാസ് ആണ് ഡൈക്കോട്ടിലിഡിനെ അല്ലെ. അപ്പൊ ഡൈക്കോട്ടിലിഡിനെ പോലെ വേറൊരു ക്ലാസ് ആണ് മോണോകോട്ടിലിഡിനെ. ഡൈക്കോട്ടിലിഡിനെയും മോണോകോട്ടിലിഡിനെയും കംപ്രൈസ് ചെയ്യുന്ന ഒരു ഡിവിഷൻ ആണ് ആൻജിയോസ്പെർമേ എന്ന ഡിവിഷൻ. ഡൈക്കോട്ടിലിഡിനെയും മോണോകോട്ടിലിഡിനെയും കൂടെ കംപ്രൈസ് ചെയ്യുന്ന ഡിവിഷൻ ആണ് മോണോകോട്ടിലിഡിനെ എന്ന ഡിവിഷൻ. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് കാറ്റഗറി നോക്കാം. ദാറ്റ് ഈസ് ദ കിങ്ഡം. എല്ലാ ആനിമൽസും ഒരു കോമൺ കിങ്ഡത്തിലാണ് വരുന്നത്. ദാറ്റ് ഈസ് കിങ്ഡം ആനിമേലിയ. അതായത് എല്ലാ ഫൈലംസും, അതായത് ആനിമൽ കിങ്ഡത്തിലെ എല്ലാ ഫൈലംസും ആനിമേലിയ എന്ന കിങ്ഡത്തിലാണ് വരിക. ഓക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് ലീസ്റ്റ് കോമൺ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ കാണുന്നത് ദ ഹയസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള കിങ്ഡത്തിലായിരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ ലിവിങ് ഓർഗാനിസം കാണിക്കുന്നത് ഈ കിങ്ഡത്തിലായിരിക്കും. അതേപോലെ പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിലും ഇപ്പൊ നമ്മൾ പറഞ്ഞു ആൻജിയോസ്പെർമേ എന്ന് പറയുന്ന ഒരു ഡിവിഷൻ, അതേപോലെ തന്നെ വേറെ 4 ഡിവിഷൻസും കൂടെ ഉണ്ട് പ്ലാന്റ്സിൽ. താലോഫൈറ്റ എന്ന് പറയുന്ന ആൽഗയാണ്, പിന്നെ ബ്രയോഫൈറ്റ, പിന്നെ ടെറിഡോഫൈറ്റ, പിന്നെ ജിംനോസ്പെർമേ, പിന്നെ ആൻജിയോസ്പെർമേ. ഈ 5 ഡിവിഷൻസും കൂടിയിട്ടാണ് കിങ്ഡം പ്ലാന്റേ ഉള്ളത് കേട്ടോ. ഇനി ആനിമൽസിന്റെ കേസിലാണെങ്കിൽ 10-31 ഫൈലംസ് ഉണ്ട്. നമുക്ക് അതിനകത്തൊരു 10-11 ഫൈലം പഠിക്കാനുണ്ട്. അത് നമ്മൾ വരും ചാപ്റ്ററുകളിൽ പഠിക്കും. അപ്പൊ ആ ഫൈൽ എല്ലാം കൂടിയിട്ടാണ് കിങ്ഡം ആനിമേലിയ ഉണ്ടായിട്ടുള്ളത്. കിങ്ഡം പ്ലാന്റ് ഈ പറയുന്ന 5 ഡിവിഷൻസ് ഓഫ് പ്ലാന്റ്സ് കൂടിയിട്ടാണ് കിങ്ഡം പ്ലാന്റ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ. ഈ ആനിമേലിയം കിങ്ഡം പ്ലാന്റേയും എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വെറൈറ്റി ഓഫ് ലിവിംഗ് ഓർഗാനിസംസ് ആർ പ്രസന്റ് ഇൻ ദിസ് കാറ്റഗറി. ബിക്കോസ് ഓഫ് ദാറ്റ് ദ കോമൺ ക്യാരക്ടർ ഷെയറിംഗ് എമംഗ് ദ ലിവിംഗ് ഓർഗാനിസം പ്രസന്റ് ഇൻ ദിസ് ഗ്രൂപ്പ് ഈസ് വെരി ലെസ്. അതുകൊണ്ട് തന്നെ വളരെ സിമിലാരിറ്റി കുറവുള്ള കാറ്റഗറി എന്ന് പറയുന്നത് ഹയസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള കിങ്ഡം ആയിരിക്കും കേട്ടോ. ഇനി ടാക്സോണമി കാറ്റഗറീസ്, അത് സ്പീഷീസ് മുതൽ കിങ്ഡം വരെയാണ് ഇവിടെ ഫിഗർ 1.1 റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതായത് സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ, കിങ്ഡം. ഓക്കെ. സ്പീഷീസ് ആണ് ലോവസ്റ്റ് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ കാണുന്നത് സ്പീഷീസ് ആണ്. അത് കഴിഞ്ഞിട്ട് ജീനസ്, പിന്നെ ഫാമിലി, പിന്നെ ഓർഡർ, പിന്നെ ക്ലാസ്, പിന്നെ ഫൈലം ഓർ ഡിവിഷൻ. Then after that the kingdom it will come. Okay. So here these
ടാക്സോണമി കാറ്റഗറീസിൽ ഈ നമ്മൾ എന്താ പറയുക, നമ്മൾ NCERT ലെവലിൽ പഠിക്കുമ്പോൾ ഒരു ബ്രോഡ് കാറ്റഗറീസ്, അതായത് ഈ 7 കാറ്റഗറിയെ കൊടുക്കുന്നുള്ളൂ. പക്ഷെ ടാക്സോണമിസ്റ്റ് അതിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ സബ് കാറ്റഗറീസും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഈ സബ് കാറ്റഗറീസ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഇതിന്റെ ഇടയിലൊക്കെ ചില കാറ്റഗറീസ് ഒക്കെ വരാം. അതായത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാറ്റഗറി ഞാൻ പറഞ്ഞുതരാം. അതായത് ഓർഡറിന്റെയും ക്ലാസിന്റെയും ഇടയിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് കൊഹോർട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓർഡറിന്റെയും ക്ലാസിന്റെയും ഇടയിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് കൊഹോർട്ട്. ഞാൻ എഴുതിത്തരാം. കൊഹോർട്ട്, COHORT. അതേപോലെ തന്നെ ഫാമിലിയുടെയും ജീനസിന്റെയും ഇടയ്ക്ക് വരുന്നതാണ് ട്രൈബ്. അതേപോലെ തന്നെ ജീനസിന്റെയും സ്പീഷീസിന്റെയും ഇടയിൽ വരുന്നതാണ് സെക്ഷൻ ആൻഡ് സീരീസ്. സെക്ഷൻ ഇവിടെ വരും, സീരീസ് അത് കഴിഞ്ഞാണ് വരിക. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്തോളാം കേട്ടോ. ജീനസിന്റെ സ്പീഷീസിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ജീനസിന്റെ സീരീസിന്റെ ഇടയ്ക്ക് സെക്ഷൻ വരും, സെക്ഷന്റെ സ്പീഷീസിന്റെ ഇടയ്ക്ക് സീരീസ് എന്ന കാറ്റഗറിയും വരും. അപ്പൊ ഈ സബ് കാറ്റഗറീസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. നിർബന്ധമൊന്നുമില്ല, വളരെ റെയർ ആയിട്ട് എങ്ങാനും ചോദിച്ചാലുള്ളൂ. സാധാരണ ഓർഡറിന്റെയും ഡിവിഷന്റെയും അല്ലെങ്കിൽ ഓർഡറിന്റെയും ഫൈലത്തിന്റെ ഇടയിൽ കാണുന്ന കാറ്റഗറി ഏതാണ്, അങ്ങനെയൊക്കെയാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, ഇവിടെ ഒരു സബ് കാറ്റഗറി എന്നൊരു ടേം അവിടെ കൊടുത്തതുകൊണ്ടാണ് ഞാനത് അവിടെ എഴുതി തന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഹൈറാർക്കി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ലിവിങ് ഓർഗാനിസത്തിനെ ഡിഫറെന്റ് കാറ്റഗറീസിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നമ്മൾ സ്പീഷീസിൽ നിന്ന് കിങ്ഡത്തിലേക്ക് പോകും തോറും നമ്പർ ഓഫ് കോമൺ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. അതേപോലെ ഏറ്റവും ലോവസ്റ്റ് ടാക്സ് ആയിട്ടുള്ള സ്പീഷീസിലാണ് ഏറ്റവും കൂടുതൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് സിമിലർ ആയിട്ട് കാണുന്നത്. ഹയർ കാറ്റഗറിയിൽ വളരെ ഡിഫിക്കൽട്ടാണ് ദ റിലേഷൻഷിപ്പ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. ലിവിങ് ഓർഗാനിസംസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഹയർ കാറ്റഗറിയിൽ. അതുകൊണ്ട് തന്നെ ക്ലാസിഫിക്കേഷൻ ഇറ്റ് ഈസ് വെരി കോംപ്ലക്സ് ഇൻ ദ ഹയർ കാറ്റഗറി. അപ്പൊ നമുക്ക് ഇത്രയൊന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് ഓർഗാനിസം വിത്ത് ദ ടാക്സോണമി കാറ്റഗറീസ് നോക്കാം കേട്ടോ. Here you see order. You have seen earlier that categories like species, genus and family are based on a number of similar characters. Generally, order and other higher taxonomic categories are identified based on the aggregates of characters. Order being a higher category is the assemblage of families which exhibit a few similar characters. The similar characters are less in number as compared to different genera included in a family. Plant families like Convolvulaceae, Solanaceae are included in the order Polymoniales mainly based on the floral characters. The animal order Carnivora includes families like Felidae and Canidae. Next, class. This category include related orders. For example, order Primata comprising monkey, gorilla and gibbon is placed in class Mammalia along with order Carnivora that include animals like tiger, cat and dog. Class Mammalia has other orders also. Next category, phylum. Classes comprising animals like fishes, amphibians, reptiles, birds along with mammals constitute the next higher category called phylum. All these based on the common features like presence of notochord and dorsal hollow neural system are included in the phylum Chordata. In case of plants, classes with a few similar characters are assigned to a higher category called division. Next category, the kingdom. All animals belonging to various phyla are assigned to the highest category called kingdom Animalia in the classification system of animals. The kingdom Plantae, on the other hand, is distinct and comprises all plants from various divisions. Henceforth, we will refer to these two groups as animal and plant kingdom.
The taxonomy categories from species to kingdom have been shown in ascending order, starting with species in figure 1.1. These are broad categories. However, taxonomists have also developed subcategories in this hierarchy to facilitate more sound and scientific placement of various taxa. Look at the hierarchy in figure 1.1. Can you recall the basis of arrangement? Say, for example, as we go higher from species to kingdom, the number of common characteristics goes on decreasing. Lower the taxa, more are the characteristics that the members within the taxon share. Higher the category, greater is the difficulty of determining the relationship to other taxa at the same level. Hence, the problem of classification become more complex. So here they have given a table which indicate the taxonomy categories to which some common organisms like housefly, man, mango and wheat belong. Okay. 4 ഓർഗാനിസത്തിന്റെ കോമൺ നെയിമും അതിന്റെ ബയോളജിക്കൽ നെയിമും ജീനസും ഫാമിലി ഓർഡർ ക്ലാസ് ഫൈലം ഓർ ഡിവിഷൻ ഇത്രയും കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കോമൺ നെയിം മാൻ. മാനിന്റെ ബയോളജിക്കൽ നെയിമാണ് ഹോമോസാപ്പിയൻസ്. സാപ്പിയൻസ് സ്പീഷീസ് നെയിമും ഹോമോ ജീനസ് നെയിമുമാണ്. സോ ഇറ്റ് കംസ് അണ്ടർ ദ ജീനസ് ഹോമോ. ഫാമിലി ഹോമിനിഡെ ഫാമിലി, ഓർഡർ പ്രൈമേറ്റ, class Mammalia, phylum Chordata. Then next organism housefly. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ 4 എണ്ണത്തില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള housefly ആണ്. അതിന്റെ ബയോളജിക്കൽ നെയിം ആണ് മസ്ക ഡൊമസ്റ്റിക്ക. ജീനസ് നെയിം മസ്ക, ഫാമിലി മ്യൂസിഡെ, ഓർഡർ ഡിപ്റ്റെര, ക്ലാസ് ഇൻസെക്റ്റ, ഫൈലം ആർത്രോപോഡ. അതേപോലെ നെക്സ്റ്റ് മാംഗോ കോമൺ നെയിം, ബയോളജിക്കൽ നെയിം വന്നിട്ട് മാഞ്ചിഫെറ ഇൻഡിക്ക, ജീനസ് മാഞ്ചിഫെറ, ഫാമിലി അനാകാർഡിയേഷ്യെ, ഓർഡർ സാപ്പിൻഡെയിൽസ്, ക്ലാസ് ഡൈക്കോട്ടിലിഡിനെ ആൻഡ് ഡിവിഷൻ ആൻജിയോസ്പെർമെ. അവിടെ ഡിവിഷൻ പറഞ്ഞേക്കുന്നുണ്ടോ? ഡിവിഷൻ എന്ന് പറയാനുള്ള കാരണം എന്താ? അത് പ്ലാന്റ് ആയതുകൊണ്ടാണ് കേട്ടോ. ഇനി വീറ്റ്, ബയോളജിക്കൽ നെയിം ഈസ് ട്രിറ്റിക്കം എയ്സ്റ്റിവം. അതിന്റെ ജീനസ് വന്നിട്ട് ട്രിറ്റിക്കം, സ്പീഷീസ് എയ്സ്റ്റിവം ആണ്. ഫാമിലി പൊയേഷ്യെ, ഓർഡർ പൊയെയിൽസ്, ക്ലാസ് മോണോകോട്ടിലിഡിനെ ആൻഡ് ദ ഡിവിഷൻ ഈസ് ആൻജിയോസ്പെർമെ. ഓക്കെ, ഇനി നമ്മൾ ആ ഓരോ കാറ്റഗറിയും റെപ്രസെന്റ് ചെയ്തപ്പോൾ ഓരോ കാറ്റഗറിയും നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിന് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ എക്സാമ്പിൾസും ഓർത്തിരുന്നോളണം. ദ സ്പീഷീസ് ട്യൂബറോസം, നിഗ്രം, മെലോഞ്ചീന. ഇത് 3ഉം വരുന്ന ഒരു ജീനസിലാണ്, ജീനസ് സൊളാനം. അതേപോലെ ടൈഗ്രിസ്, ലയൺ, പാർഡസ്. ഇത് 3ഉം വരുന്ന ഒരു ജീനസിലാണ്, പാന്തറ. അതേപോലെ ഡിഫറെന്റ് ജീനസ് കംപ്രൈസ് ചെയ്തൊരു ഫാമിലി പറയുമ്പോൾ സൊളാനം, ദത്തൂറ, പെറ്റൂണിയ. ഇത് പ്ലാന്റ്സിന്റെ ജീനസ് ആണ് പറഞ്ഞത്, അതിന്റെ ഫാമിലി സൊളാനേഷ്യ. അതേപോലെ പാന്തറ ആൻഡ് ഫെലിസ്, ഇത് 2 ജീനസ് ആണ് ആനിമൽസിന്റെ, അത് വരുന്നത് ഫെലിഡേ എന്ന ഫാമിലിയിലാണ്. അതേപോലെ ഡിഫറെന്റ് ഫാമിലീസ് കൂടിയിട്ട്, ക്ലോസ്ലി റിലേറ്റഡ് ഡിഫറെന്റ് ഫാമിലീസ് കൂടിയിട്ട് ഒരു ഓർഡർ ആണ്. പ്ലാന്റ്സിന്റെ കേസിൽ നമ്മൾ ഒരു ഫാമിലി പറഞ്ഞു സൊളാനേഷ്യ, അതേപോലെ വേറൊരു ഫാമിലിയാണ് കൺവോൾവുലേഷ്യ. അത് വരുന്ന ഓർഡർ പോളിമോണിയൽസ് എന്ന ഓർഡറിലാണ് വരുന്നത്. അതേപോലെ ആനിമൽസിന്റെ കേസിലാണെങ്കിൽ ഫെലിഡെ, കാനിഡെ, അതായത് കാറ്റിന്റെ ഫാമിലിയും ഡോഗിന്റെ ഫാമിലിയും കൂടിയിട്ട് കാർണിവോറ എന്ന ഓർഡറിലാണ് വരുന്നത്. അതേപോലെ ഓർഡർ, പല ഓർഡേഴ്സ് കൂടിയിട്ട് ഒരു ക്ലാസ്, that is പോളിമോണിയൽസ് എന്ന ഓർഡറും സാപ്പിൻഡെയിൽസ് എന്ന ഓർഡറും കൂടിയിട്ട് ഡൈക്കോട്ടിലിഡിനെ എന്ന ക്ലാസ്സിലാണ് വരുന്നത്. അതേപോലെ ആനിമൽസിന്റെ കേസിൽ കാർണിവോറ എന്ന ഓർഡറും പ്രൈമേറ്റ എന്ന ഓർഡറും വരുന്ന ക്ലാസ് മമേലിയയിലാണ്. ക്ലോസ്ലി റിലേറ്റഡ് ക്ലാസസ് ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ഒരു ഫൈലത്തിൽ വരും. അപ്പൊ നമ്മൾ ഡിവിഷൻ നോക്കാം. പ്ലാന്റ്സിന്റെ കേസിൽ ഡൈക്കോട്ടിലിഡിനെ, മോണോകോട്ടിലിഡിനെ എന്നീ ക്ലാസസ് ഡിവിഷൻ ആൻജിയോസ്പെർമയിൽ വരും. മമേലിയ, റെപ്റ്റീലിയ, ഏവ്സ് എന്നീ ആനിമൽസിലെ ക്ലാസസ് കോഡേറ്റ എന്ന ഫൈലത്തിൽ വരും. ഓക്കെ, അതേപോലെ ഡിഫറെന്റ് ഡിവിഷൻസ്, ക്ലോസ്ലി റിലേറ്റഡ് ഡിഫറെന്റ് ഡിവിഷൻസ്, അവിടെ ക്ലോസ്ലി റിലേറ്റഡ് എന്നൊന്നും പറയാനില്ല, എല്ലാ ഡിവിഷൻസും കൂടി കൂടിയിട്ട് വരുന്നത് ഒരു കിങ്ഡത്തിലാണ്. എല്ലാ ഫൈലം കൂടി വരുന്നത് ഒരു കിങ്ഡത്തിലാണ്. എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ്, ഡിഫറെന്റ് ഡിവിഷൻസ് ആസ്
താലോഫൈറ്റ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ആൻജിയോസ്പെർമെ, ജിംനോസ്പെർമെ, ഈ 5 ഡിവിഷൻസും കിങ്ഡം പ്ലാന്റയിൽ വരും. അതേപോലെ ആനിമേലിയയുടെ കേസിലാണെങ്കിൽ അത് 11 ഫൈലംസ് നമുക്ക് പഠിക്കാനുണ്ട്. അതൊന്നും ഞാൻ ജസ്റ്റ് പറയാം. പൊറിഫെറ, നൈഡേറിയ, ടീനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്, ആസ്കെൽമിന്തസ്, അനലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കിനോഡെർമേറ്റ, ഹെമികോഡേറ്റ, കോഡേറ്റ, ഇത്രയും ഫൈലംസ് കിങ്ഡം ആനിമേലിയയിൽ വരും. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞു ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട, നമ്മൾ ഇത് ഓരോന്നും പഠിക്കുന്നുണ്ട് കേട്ടോ. വരും ചാപ്റ്ററുകളിൽ നമ്മൾ ഇതൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇതുവരെ പഠിച്ചത് എന്താണ്? നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്തായിരുന്നു? ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ലിവിംഗ് ഓർഗാനിസം, ഐഡന്റിഫിക്കേഷൻ ഓഫ് എ ലിവിംഗ് ഓർഗാനിസം, ക്ലാസിഫിക്കേഷൻ ഓഫ് എ ലിവിംഗ് ഓർഗാനിസം ആൻഡ് നോമൻക്ലേച്ചർ. ഇതിനകത്ത് നമ്മൾ നോമൻക്ലേച്ചറും പഠിച്ചു, ക്ലാസിഫിക്കേഷനും പഠിച്ചു. ഇനി നമുക്ക് അടുത്ത് എന്താ പഠിക്കാനുള്ളത്? ഐഡന്റിഫിക്കേഷനും ഡിസ്ക്രിപ്ഷനുമാണ് പഠിക്കാനുള്ളത്. ഡിസ്ക്രൈബ് ചെയ്താൽ നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ? ഇനി ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് ടൂൾസ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആ ഡിഫറെന്റ് ടൂൾസിനെ നമ്മൾ ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്നാണ് പറയാ. അത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ പഠിക്കാം കേട്ടോ.